എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് ടൂറാണ് പോകുന്നത്. ഗുരുവായൂരിൽ നിന്ന് ട്രെയിനിലാണ് ഞങ്ങൾ ടൂറ് പോയത്. ഇത് ഞങ്ങൾ 3:20 ട്രെയിനിന് പോയിട്ട് അവിടെ കാലത്ത് ഒരു 9:30 കൂടിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഞങ്ങൾ കോവളം ബീച്ചിലേക്ക് പോവുകയാണ്. ഇതാണ് കോവളം ബീച്ച്. ആൾക്കാരൊക്കെ കുറവാണ്, എന്താണെന്നറിയില്ല. ഓണായിട്ട് അത്ര വലിയ തിരക്കൊന്നുമില്ല, പ്രതീക്ഷിച്ച തിരക്കൊന്നും കോവളം ബീച്ചിൽ ഉണ്ടായിരുന്നില്ല. എന്നാലും നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് കോവളം ബീച്ച്. ഇതാണ് കോവളം ബീച്ച്. ഒരു സാമാന്യ നിലയ്ക്കുള്ള തിരമാലകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിരവധി കച്ചവടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കോവളം ബീച്ചിനോട് ചേർന്നിട്ട് നിരവധി റിസോർട്ടുകളൊക്കെ ഉണ്ട്. ആ റിസോർട്ടുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇതാ ഈ കോവളത്തിന് മറ്റൊരു പ്രത്യേകത, ഇവിടെ കടൽ രണ്ടായിട്ട് പിരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലായില്ല. അവിടുന്ന് ആ രണ്ടായിട്ട് പിരിഞ്ഞിടത്തുനിന്ന് ഞങ്ങൾ അങ്ങോട്ട് കയറി. അവിടെ പാറക്കെട്ടുകളൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട്. ആ പാറക്കെട്ടുകളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കടലിൻ്റെ മറ്റ് ഒരു വശത്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കോവളം ബീച്ചിൻ്റെ മറ്റൊരു സൈഡിലാണ് ഇപ്പോൾ ഈ പാറക്കെട്ടിന് മേലെ കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കടൽ. അവിടെ വലിയ തിരമാലയുള്ള കടലാണ്. അവിടേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ഈ ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല. ഇത് ആ പാറപ്പുറത്ത് നിന്നിട്ട് കാണാൻ മാത്രമേ പറ്റുള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. പാറക്കെട്ടിൻ്റെ മേലെ കൂടെ നടക്കാനും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കടലിൻ്റെ കാഴ്ച. ഇതാണ് ആ പാറക്കെട്ട്. ഒരു സൈഡിലും കടൽ, അതുപോലെ തന്നെ മറ്റു സൈഡിലും കടൽ. ഈ പാറക്കെട്ടിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ കടൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും.